നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഡ്സ് മാനേജറെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഡിസ്കസ് ചെയ്യും, നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ പോസ്റ്റ് സംവിധാനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ ഇനി കടത്താൻ പോകുന്നത് ഒരു ടെക്നിക്കൽ ആൻഡ് ഓൺ ഹാൻഡ്സിൽ എങ്ങനെ ആഡ്സ് മാനേജർ വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള കുറച്ച് വീഡിയോസും കംപ്ലീറ്റ് ആയിട്ട് ആഡ്സ് മാനേജറെ കുറിച്ചിട്ടുള്ളതായിരിക്കും. ആഡ്സ് മാനേജറിൻ്റെ ഒരു വാക്ക് ത്രൂ ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇത് ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളൊരു ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം ഈ വീഡിയോ കണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ സാധനങ്ങളും നോക്കി പഠിക്കാനായിട്ട്. ഇതല്ലാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, കാരണം കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഡ്സ് മാനേജർ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ സൈഡ് ബൈ സൈഡ് കണ്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പാണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനെ സംബന്ധിച്ച് ഒരു ലാപ്ടോപ്പ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിത് ഫോണിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഫോണിൽ ചെയ്യുന്നത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി മൈൻഡിൽ വെച്ചിട്ട് നിങ്ങളിത് എന്തായാലും വർക്ക് ത്രൂ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നോക്കാൻ പോകുന്നത് ആഡ്സ് മാനേജർ. അപ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് നോക്കി നമ്മൾ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്കാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യാം, വിച്ച് ഇസ് ആഡ്സ് മാനേജർ. ഇപ്പം ഈ ഇരിക്കുന്നത് ആക്ച്വലി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻ്റർഫേസ് ആണ് ആഡ്സ് മാനേജറിനെ. അപ്പോൾ ഈ ഒരു ആഡ്സ് മാനേജറിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പല അക്കൗണ്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് പല മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നിന്ന് പലതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതിൽ ഇതാണ് നമ്മുടെ ആഡ് അക്കൗണ്ട്. ഇപ്പോൾ കറൻ്റ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് എൻ്റെ ആഡ്സ് റൺ ചെയ്യുന്നത്. ആൻഡ് ഇത് നമുക്ക് പല രീതിയിൽ പേരുകളുടെ അടിസ്ഥാനത്തിൽ, സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈവൻ GST നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പയിൻസ് റൺ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ തുടങ്ങാം. ഇത് അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇത് ഒരു ഇൻആക്റ്റീവായിട്ട് കിടക്കുന്ന ഒരു പേജാണ്. സോ ഇതിൽ നമ്മൾ റൺ ചെയ്തിട്ടുള്ള ആഡുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനകത്ത് നിന്ന് വന്നിട്ടുള്ള മെസ്സേജസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിക്കും. രണ്ടാമത്തതാണ് നമ്മുടെ ആഡ്സിൻ്റെ സ്ഥലം, അതായത് നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന ആഡുകളെല്ലാം ഇവിടെയാണ് വന്നിട്ടുണ്ടാവുക. മൂന്നാമത്തത് ആഡ്സ് റിപ്പോർട്ടിങ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആഡിൻ്റെ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. റിപ്പോർട്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചെയ്യാം. പക്ഷെ പലപ്പോഴും ഈ ആഡ്സ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇതിൻ്റെ നമ്പേഴ്സൊക്കെ ഭയങ്കര മാറിയിട്ടൊക്കെ കിടക്കാറുണ്ട്. അപ്പം ആഡ്സ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അത്ര ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ തന്നെ ആക്സസ് ആയിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നല്ലത്. മൂന്നാമത്തതാണ് ഓഡിയൻസ്. ഓഡിയൻസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് ആ ഭാഗം കൂടി ഒന്ന് പോയി നോക്കാം. ഓഡിയൻസ് നമ്മൾ ഒരു ക്യാമ്പയിൻ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് റൺ ചെയ്യാൻ പോകുന്ന ഓഡിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ ഓഡിയൻസിനെ കസ്റ്റമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഓഡിയൻസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അടുത്തത് പോകുന്നത് ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അതിൽ എൻ്റെ പേരുണ്ടാവും, നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളുണ്ടാവും, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബില്ല് നമുക്ക് GSTക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് GSTക്ക് കൊടുക്കാം. പിന്നെ അഡ്വർടൈസിങ് സെറ്റിങ്സ്, പിന്നെ ഓൾ ടൂൾസിൽ നമുക്ക് നമ്മുടെ എല്ലാം, അതായത് അനലൈസ് ആൻഡ് റിപ്പോർട്ടിങ്ങിൻ്റെ സാധനങ്ങൾ വരും, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വരും, മീഡിയ ലൈബ്രറി വരും, വാട്സപ്പ് മാനേജർ വരും, അതുപോലെ ഓരോന്നും വരും. ഇതാണ് ബിസിനസ് സപ്പോർട്ട്. ഇതിനകത്ത് പെട്ടെന്നൊന്നും റിപ്ലൈ തരില്ല. ഒരു 48 അല്ലെങ്കിൽ ഒരു 1 വീക്കിനൊക്കെ ഉള്ളിൽ തന്നെ റിപ്ലൈ തരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ ബിസിനസ് സപ്പോർട്ട് ഹോം എന്ന് പറയുന്നത്. കാരണം പൈസ ചിലവ് ചെയ്ത് ആഡ്സ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട്. ബ്രാൻഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, നമ്മുടെ സെയിം ആഡ് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ സൂ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആഡ്സ് അവർ അടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ പേര് വേറൊരാൾ ഉപയോഗിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ബ്രാൻഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സൂട്ടബിലിറ്റി, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കേണ്ടതാണ്. ബിസിനസ് ആപ്പ് ഇവിടെ മൂന്നാമത് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ API കണക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. സോ അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് അതേപോലെ നമ്മുടെ വെബ്സൈറ്റിന് ടാഗ് മാനേജർ പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ബാക്കിയും നമുക്ക് ഇവിടെ തന്നെയാണ് ചെയ്യാനുള്ളത്. നമുക്ക് മാനുവലി സ്റ്റോർ ലൊക്കേഷൻസ് ഇവിടെ ആഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്ന് നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ ഒരു ബിസിനസ് മാനേജറിൻ്റെ ഒരു സിസ്റ്റത്തിലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മൾ എസ്പെഷ്യലി പേയ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ OTP ചോദിക്കാൻ തുടങ്ങും. എൻ്റെ ഫോണിൽ OTP വന്നു, OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താലാണ് എനിക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം
നിങ്ങൾക്ക് SMS വരുന്ന നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ നോക്കുക. കണ്ടോ, ഇതിനകത്ത് ഇവിടെ ഓരോന്നിൻ്റെയും നമുക്ക് അതിൻ്റെ പ്ലേസസ് സ്റ്റോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ സ്റ്റോറിൻ്റെ അസറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോ ആഡ്സിനനുസരിച്ച് അതിന് ഡിഫറൻസസ് വരുന്നതുകൊണ്ട് അത് അങ്ങനെ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമ്മളൊരു ബേസിക് സാധനം ഒന്ന് മൊത്തത്തിൽ നോക്കിയാലോ. നമുക്കൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പഠിക്കാം. ക്യാമ്പയിൻ്റെ ഫീച്ചേഴ്സ് മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഒറ്റയടിക്ക് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഓരോരുത്തരും everyone ഈ കൂട്ടത്തിലുള്ളവരെല്ലാവരും ആഡ്സ് മാനേജർ തുറക്കുക. ജസ്റ്റ് adsmanager.facebook.com നിങ്ങൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മെറ്റാ ബിസിനസ് സ്യൂട്ട് എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് കാണിക്കാൻ തുടങ്ങും. ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ക്യാമ്പയിൻ എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇതാണ് ക്രിയേറ്റ് ബട്ടൺ. അല്ലെങ്കിൽ Alt+C എന്ന് ഞെക്കിയാലും നിങ്ങൾക്ക് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് പതുക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമ്പർ 1 ഇസ് അവെയർനെസ്. നിങ്ങൾക്ക് വേറൊന്നും വേണ്ട. നിങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഒരു ബിൽ ബോർഡ് പോലെ അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ കാണുന്ന പരസ്യം പോലെ ഈ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരും നമ്മുടെ പേര് മാത്രം അറിഞ്ഞാൽ മതി. അതായത് ബ്രാൻഡിൻ്റെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ്. റീച്ച് ഏറ്റവും കൂടുതൽ വേണം. പക്ഷെ അതിൽ ലൈക്ക് വേണമെന്നോ ഫോളോ വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെന്നോ അങ്ങനത്തെ കമ്പൽസറി ഒന്നുമില്ല. മാക്സിമം റീച്ച് ഉണ്ടാക്കുക. നമ്മുടെ എമൗണ്ട് കൊണ്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നതെങ്കിൽ അവെയർനെസ് ക്യാമ്പയിനാണ്. ഇത് കൂടുതലും ഭയങ്കര മൈന്യൂട്ട് ടാർഗറ്റിനല്ല, ജസ്റ്റ് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര റീച്ച് അവരുടെ റീലുകൾക്ക് വേണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ അവെയർനെസ് ക്യാമ്പയിൻസ് കൂടുതൽ റൺ ചെയ്യുക. നമ്പർ 2 എന്ന് പറയുന്നത് ട്രാഫിക് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ, അതായത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോം ഓഫ് മെസ്സേജുകളാകാം. അത് അവിടേക്കൊരു ട്രാഫിക്കിന് നമ്മൾ അതായത് പൊട്ടൻഷ്യലി ഒരു ബേസിക് ക്ലിക്കുകളൊക്കെ കിട്ടിയിട്ട് ഒരു ബേസിക് ടാർഗറ്റൊക്കെ നടത്തിയിട്ട് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെങ്കിൽ അതാണ് ട്രാഫിക്. ഒരു ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ കോൾ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ ടാർഗറ്റിനെയും വളരെ സ്പെസിഫൈ ചെയ്തിട്ട് വരുന്ന, അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമറിനെ ഉണ്ടാക്കണം. നമ്മുടെ CPC, അതായത് നമ്മുടെ CPC എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ അല്ലെ, നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 1000 രൂപയ്ക്ക് ആഡ്സ് റൺ ചെയ്യുന്നു. 1000 രൂപയ്ക്ക് ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 മെസ്സേജസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ആവുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 10 രൂപ. ഒരു മെസ്സേജിന് 10 രൂപ. 10 രൂപയാണ് നമ്മൾ CPC എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അവയർനെസ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ 10 രൂപയായിരിക്കും CPC. ട്രാഫിക് ആകുമ്പോൾ ഒരു 15 ആവും. എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 50 ഒക്കെ ആവും. പക്ഷേ എൻഗേജ്മെന്റിൽ നിന്ന് ആസ് പെർ ഒരു ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എൻഗേജ്മെന്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹയർ ബെറ്റർ ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ നെഗറ്റീവ് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ട്രാഫിക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പം എൻഗേജ്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു ക്ലയന്റിന് കൂടുതൽ ക്വാളിറ്റി ലീഡ്സ് ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് എപ്പോഴും എൻഗേജ്മെന്റ് ആണ് നല്ലത്. ആൻഡ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ലീഡ്സ് വേണമെങ്കിൽ നമുക്ക് ലീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പേരും ഫോൺ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുന്നില്ലേ, അതാണ് ലീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോം ജനറേറ്റ് ചെയ്തിട്ട് ആ ഫോം വഴി നമുക്ക് എക്സലായിട്ട് നമുക്ക് നമ്മുടെ ഒരാൾക്കുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഗെറ്റ് എ കോട്ട് എന്നുള്ള സാധനത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പം ഒരു ഫോം പോപ്പപ്പ് ചെയ്ത് വരുന്നു. അതിൽ നമ്മൾ പേര്, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അത്, പിന്നെ ജസ്റ്റ് അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് മേടിക്കുന്നു. എന്നിട്ട് നമ്മൾ അവരെ പിന്നീട് കോൾ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ എൻ്റർ ചെയ്യുന്നതും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ആപ്പ് പ്രൊമോഷൻ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു. അപ്പം ആപ്പിൽ നമ്മൾ ചെറിയൊരു സാധനം ഒരു ടാഗ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ആപ്പിന്റെ പ്രൊമോഷൻ നടത്താനുള്ള ഓപ്ഷനും ഇവിടെ നമുക്ക് തരുന്നുണ്ട്. നമ്പർ 5 ഇ-കൊമേഴ്സ് ആണ് നമ്മുടെ കൂടുതൽ ഫോക്കസ് എങ്കിൽ ഇ-കൊമേഴ്സിൽ കാറ്റലോഗ് സെയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ കറോസിലുണ്ട്. നമ്മൾ മിന്ത്രയുടെ ഒക്കെ ആഡ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് അതിൽ തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അത് അവരുടെ കാറ്റലോഗിൽ നിന്ന് ഡയറക്റ്റ് പുൾ ചെയ്തിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് മെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കറന്റ്ലി നമുക്കൊരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ നോക്കാം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓരോന്നായിട്ട് കവർ ചെയ്യാം. നമുക്ക് അവയർനെസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ
കണ്ടിന്യൂലി ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഒരു അവയർനെസ് ക്യാമ്പയിൻ ഇങ്ങനെയാണ് നമുക്ക് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. കാറ്റഗറീസ്. നമ്പർ 1 ഇസ് കാറ്റഗറി. നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് ഒരു ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്, അല്ലെങ്കിൽ ഒരു ചിറ്റ് ഫണ്ട്സ് ആണ്, അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങളുടെ ക്ലയൻ്റ് എങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ടിക്ക് ചെയ്തിട്ടുണ്ടാവണം. ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് റിലേറ്റഡ്, എനി പൈസ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇത് നമ്മൾ ടിക്ക് ചെയ്യണം. 2, ഹയറിങ്ങിൻ്റെ പോസ്റ്റേഴ്സ് ആണ് ഷെയർ ചെയ്യൽ. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സാധനം ടിക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാവണം. നമ്പർ 3, നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റോ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യണമെങ്കിൽ അത് വേണം. നമ്പർ 4 പറയാലോ, നിങ്ങൾ സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് എന്തായാലും ടിക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇതെന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ആളുകൾക്ക് യൂസറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടും കൂടിയാണ്. നമ്പർ 1, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കാണുന്ന ആളുകൾക്ക് ഇത് ഡയറക്റ്റ്ലി കാണിക്കും. അതല്ലാതെ ഹൗസിംഗ് എന്നൊക്കെ പറഞ്ഞാലും മെറ്റ അവരുടെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് ഇപ്പം ഹൗസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹൗസുകൾ നോക്കാത്ത ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി അങ്ങനത്തെ ആടുകൾ കാണിക്കാതിരിക്കാനും അത് കുറച്ചും കൂടി ഒരു സേഫർ സ്പേസ് ആക്കിയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളിപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ പോലുള്ള, അതായത് ബിഫോർ കറുത്തിരിക്കുന്നു, ആഫ്റ്റർ വെളുത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള ആഡ്സ് ഒന്നും തന്നെ മെറ്റ അനുവദിക്കില്ല, അവർ സമ്മതിക്കില്ല. അങ്ങനത്തെ ആഡ്സ് റൺ ചെയ്യാൻ സമ്മതിക്കില്ല, അത് ബാൻ ചെയ്യും. അതുപോലെ തന്നെയാണ് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കാറ്റഗറി ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഏത് ആഡ്സ് റൺ ചെയ്യുന്ന സമയത്തും, ആഡ്സ് മാനേജറിന് ഏത് ആഡ്സ് റൺ ചെയ്യുന്ന സമയത്തും അത് കാറ്റഗറീസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ആഡ്സ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഒരു ബെയർ മിനിമം ടാർഗറ്റിംഗ് ഓപ്ഷൻസ് മാത്രമാണ് ഉണ്ടാവുക. സോ അത് നോക്കാം. ഇനി ബിഡിങ് ടൈപ്പ്, ഇത് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര റീച്ച് വേണം, ഇത്രയാണ് നമ്മളൊരു റീച്ച് എന്ന് പറയുന്നത്. ആ റീച്ചിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ച് ബിഡ് ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ അത് ലേലം വിളിച്ചിട്ട് ആ സ്പേസ് നമ്മൾ വാങ്ങിക്കുന്നതിനാണ് ഓപ്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. റീച്ച് ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുള്ള സെറ്റ് ബഡ്ജറ്റിൽ മാക്സിമം റീച്ചും ഫ്രീക്വൻസിയാണ് വേണ്ടത്. അതിന് മുകളിലേക്ക് ഇപ്പോൾ ഓപ്ഷൻ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറും, പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. റീച്ച് ആൻഡ് ഫ്രീക്വൻസി ആണെങ്കിൽ കുറച്ചുകൂടി സസ്റ്റെയിൻഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. ഇനി മെറ്റയിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറിനെ കുറിച്ച് സംസാരിക്കുക. അതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. തൽക്കാലത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ. അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനമാണ്, അതവിടെ നിൽക്കട്ടെ. അഡ്വാൻറ്റേജ് ക്യാമ്പയിൻസിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണം, അത് നമുക്ക് അപ്പോൾ സംസാരിക്കാം. നമ്മൾ ഇപ്പോൾ 2 ഓപ്ഷൻ ടൈപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 കിടക്കുന്നതാണ്. ഇത് ടൈറ്റിൽ, ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സ്ഥലം, ഇത് നമ്മുടെ ആഡ്സ് സെറ്റ് ചെയ്യുന്ന, നമ്മുടെ എത്ര റീച്ച് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ. 3ാമത്തേലാണ് നമ്മുടെ മീഡിയ കിടക്കുക. അപ്പോൾ ഇത് ആദ്യത്തേൽ എപ്പോഴും പേരിടുന്ന സമയത്ത് കറക്റ്റ് ക്യാമ്പയിനനുസരിച്ചിട്ടുള്ള പേരിടുക. ഈ അവയർനെസ് അവിടെ തന്നെ കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണോ മീഡിയ ഇടുന്നത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഇത് കംപ്ലീറ്റ് ക്യാമ്പയിൻ്റെ ഒരു സെറ്റാണ്. ഈ ക്യാമ്പയിൻ്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ കീഴിൽ ഒരു ആഡ് സെറ്റ് ഇതാണ്, 2ാമത്തെ ആഡ് സെറ്റ് ഇതാണ്. ആഡ് സെറ്റ് എന്താണ്, ആഡ് എന്താണെന്നൊക്കെ നമ്മൾ ടെർമിനോളജിയുടെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിന് മുമ്പ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പേജ് ചൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ വരുന്നു, നമുക്ക് മാക്സിമം റീച്ചാണ് വേണ്ടത്. ഇംപ്രഷനേക്കാൾ കൂടുതൽ നമ്മൾ മാക്സിമം റീച്ചാണ് നോക്കുന്നത്. ഇതിനകത്ത് 2ാമത്തെ ഓപ്ഷൻ ഇംപ്രഷൻസ്, അതായത് ഒരാൾക്കാർക്ക് തന്നെ പല പ്രാവശ്യം ആഡ്സ് കാണിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് നമ്മൾ ഒരാളെ തന്നെ പല പ്രാവശ്യം കാണിച്ച് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് അവരെ ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനത്തെ മാക്സിമൈസിങ് നമ്പർ ഓഫ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. 3ാമത്തെ മാക്സിമൈസിങ് ആൻഡ് റീകോൾ ലിഫ്റ്റ്, അതായത് ഇത് കണ്ടിട്ട് മനസ്സിലാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രം ആഡ് കാണിക്കുന്നതിൻ്റെ ഓപ്ഷനാണ് മാക്സിമൈസ് ആഡ് റീകോൾ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എമൗണ്ട് എപ്പോഴും ഈ 2 കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ പേജ് ചൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോഗ്രാഫ്സ് തന്നെയാണ്. അപ്പോൾ പേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴിയാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലും ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ മാനുവലി 2ഉം ഇതിനകത്തേക്ക് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം പേജിൽ ഞാനിവിടെ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഗോൾ, എന്തെങ്കിലും ഒരു ഇത്ര എമൗണ്ട് കൂടുതൽ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു 100 രൂപ കൂടുതൽ 100 ഇംപ്രഷന് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡൈനാമിക് ക്രിയേറ്റീവ് എന്താണെന്ന് നോക്കാം.
അതായത് ഇതിനകത്ത് നമ്മൾ ആഡ്സ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി കോമ്പിനേഷൻസ് സെറ്റ് ചെയ്തിട്ട്, അതായത് മെറ്റ തന്നെ കോമ്പിനേഷൻസ് സെറ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്നതിനെയാണ് ഇത് ഡൈനാമിക് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബഡ്ജറ്റും ഷെഡ്യൂളും ഒന്ന് നോക്കാം അല്ലേ. ബഡ്ജറ്റ് ഇപ്പം ഇവിടെ 200 രൂപ കിടപ്പുണ്ട്. 200 രൂപയ്ക്ക് 23,000 മുതൽ 65,000 വരെ റീച്ച്. ഒരിക്കലും ഇത്രയും കിട്ടില്ല. മാക്സിമം കിട്ടാൻ പോകുന്നത് ഒരു 45,000 അത്രയൊക്കെ കിട്ടുള്ളൂ. നമ്മളിത് ചുമ്മാ ഇങ്ങനെ കാണിക്കാന്നുള്ളതേ ഉള്ളൂ. 23 ചിലപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ 23 തന്നെ കിട്ടും. 23 പോലും കിട്ടില്ല. അല്ലെങ്കിൽ 4,000 5,000 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എമൗണ്ട് അതനുസരിച്ച് കുറയും, പക്ഷെ എന്നാലും ഒരുപാട് കുറയൊന്നുമില്ല. പിന്നെ പതുക്കെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴാണ് ഒരു കുറച്ചും കൂടി ഈ പറയുന്ന പോലെ ഒരു 65 എന്നുള്ളത് 65 തന്നെ ആവുക. ഇതിനകത്ത് എപ്പോഴും എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻക്രീസ് സ്പെസിഫിക് പീരീഡ്സിൽ നമുക്ക് എമൗണ്ട് കൂട്ടുക എന്നുള്ളത്. അതായത് എപ്പോഴും നൈറ്റ് കുറേ കൂടി നന്നായിട്ട് ആഡ്സ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം കൂടുതൽ ബഡ്ജറ്റ് നൈറ്റിലേക്ക് സ്പെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡലായിട്ട് കാണിച്ചു തരാം. അപ്പം ഇവിടെ കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഒരു ഡ്രാഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അതിൽ വർക്ക് ചെയ്യാം. അതായത് നമുക്ക് നവംബർ 10 ഒരു രാത്രി 18 മണി മുതൽ നവംബർ 10 രാത്രി ഒരു 23 മണി വരെ നമുക്ക് ഒരു 50 രൂപയോ അല്ലെങ്കിൽ ഒരു 100 രൂപ കൂട്ടി റൺ ചെയ്തോളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ടൈമിൽ എമൗണ്ട് കൂട്ടും. ഇത് തന്നെ നമുക്ക് എല്ലാ ദിവസവും നൈറ്റിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് എപ്പോഴും നമ്മൾ കുറച്ച് എമൗണ്ട് കൂടുതൽ കൂട്ടി വയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ താഴേക്ക് വരുന്നു. ലൊക്കേഷൻ എപ്പോഴും ഈ ഇന്ത്യ എന്നുള്ളത് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കേരള എന്നുള്ളത് സ്പെസിഫിക്കലി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓൾവേസ് നോട്ട് ദ പോയിൻറ്റ്. കേരള എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നു. ഇപ്പോൾ നമ്മൾ കൊച്ചി എന്ന് കൊടുക്കുന്നു. കൊച്ചി എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു സർക്കിളായിരിക്കും വരിക. കണ്ടോ? ഇങ്ങനൊരു പിൻ ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും വരിക. ഇതിലിവിടെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ പരിസരത്ത്, അതായത് ബോർഡറിലുള്ള ആൾക്കാർക്കും കൊച്ചിയിൽ വന്നു പോകുന്നവർക്ക് ഈ സെയിം ആഡ് കാണിക്കും. സോ അതെപ്പോഴും ഓർത്തിട്ട് വേണം നിങ്ങൾ ആഡ്സ് റൺ ചെയ്യുന്നത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പിൻ പോയിൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ കോഴിക്കോട് ബീച്ച് അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കൊടുക്കരുത്. കാരണം ഇവിടെ എല്ലാവരും വരും. അപ്പോൾ നമ്മളുടെ ആഡ് ഇവർ ചിലപ്പം കോഴിക്കോട്ട് നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അവർക്കും ഈ ആഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതെപ്പോഴും ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മളിവിടെ ഒന്നും കൂടി നമ്മുടെ പേജും ഇതും ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി നമ്മളിപ്പോൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കിടക്കും. യൂസ് ആൻ എക്സിസ്റ്റിംഗ് പോസ്റ്റും കിടക്കുന്നുണ്ടാവും. യൂസ് ക്രിയേറ്റീവ് HD മോക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഇമേജ് നമ്മൾ തന്നെ ഇതിനകത്ത് ഇമേജസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ സെറ്റപ്പ് ക്രിയേറ്റീവ് ആഡ് ആൻ ഇമേജ് ഓർ വീഡിയോ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതല്ല എങ്കിൽ നമ്മൾ യൂസ് ആൻ എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ മോക്കപ്സ് ക്രിയേറ്റ് ചെയ്താലാണ് ഇവിടെ മോക്കപ്പ് കാണിക്കുക. നമുക്ക് പിന്നെ ചെയ്യാം. അത് തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. മോക്കപ്സിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ യൂസ് ആൻ എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. മെറ്റ AI പോസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെറ്റ AI പോസ്റ്റ് സെലക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കോപ്പി റൈറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ ലൈസൻസ്ഡ് മ്യൂസിക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഓഡിയോ മാറ്റി കൊടുക്കണം എന്നാണ് പറയണത്. അതല്ലെങ്കിൽ അപ്ലൈ മ്യൂസിക് ബേസ്ഡ് ഓൺ യുവർ മീഡിയ ആൻഡ് പോപ്പുലാരിറ്റി. ഇതിലൊരു ഇഷ്യൂ വരാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ഇത് ഇങ്ങനെ ഇവർ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അതിന് ഭയങ്കര സൗണ്ട് കൂടുതലായിരിക്കും. ഇതിലും ഒപ്റ്റിമൈസേഷൻ കപ്പാസിറ്റീസ് കുറവായതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അത് പ്ലേ ആക്കിയിട്ട് വേണം, നിങ്ങൾ കൺഫേം ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ.
ഇനിയിപ്പോൾ നമ്മൾ ഈ ഇമേജ് ചൂസ് ചെയ്തു, ഇതിനകത്ത് നിന്ന് ഒന്ന് ലോഡായി വരാനൊരു ഗ്യാപ്പ് കൊടുക്കാം. ഈ ഇമേജ് അതുപോലെ തന്നെ അതിൻ്റെ തംബ്നെയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ലോഡായി വരാനുള്ളൊരു ടൈം കൊടുക്കാം. ഓക്കെ, കണ്ടോ യുവർ വീഡിയോസ് ഫിനിഷ്ഡ് അപ്ലോഡിങ് എന്ന് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വലിയൊരു സമ്മറി ഉണ്ട്. ആ സമ്മറിയിൽ നിന്ന് തന്നെ വർക്ക് ത്രൂ ചെയ്തിട്ടുള്ള മറ്റേ ടെക്സ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അത് തന്നെ വെച്ചേക്കുക. ഇനി നമുക്ക് ഒരു അഡ്വാൻസ്ഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ പ്ലേ ആകും. ഇനി നമുക്കിതൊന്ന് പ്ലേ ആക്കിയിട്ട് നോക്കാം, ഇത് എങ്ങനെയാണ് ഇത് പ്ലേ ആവുന്നതെന്ന് നോക്കാം. ഇത് ഇച്ചിരി റിസ്ക്കാണ്, ചില സമയങ്ങളിൽ അല്പം ഓഡിയോൻ്റെ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. സോ പല വേരിയേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിടക്കുന്നതുണ്ടോ, ഇത് സെർച്ച് റിസൾട്ടിൽ കാണിക്കാൻ പറ്റില്ല. റീലുകൾ സെർച്ച് റിസൾട്ടിൽ കാണിച്ചതുകൊണ്ട് വലിയ കാര്യമില്ല. സെർച്ച് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു സാധനം സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സെർച്ച് എക്സ്പ്ലോർ പേജ് ഉണ്ടല്ലോ, അവിടെ ചിലപ്പോൾ ഇത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ വേർഷൻസും നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ചാറ്റ് ഓൺ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷനും കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചാറ്റ് ഓൺ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ നേരത്തെ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സെൻഡ് ഇൻ ഇൻസ്റ്റഗ്രാം മെസ്സേജോ അല്ലെങ്കിൽ ബട്ടൺ ഇല്ലാതെയോ അല്ലെങ്കിൽ വേറെ എന്ത് ബട്ടണായി സബ്സ്ക്രൈബ് ആക്കിയിട്ടോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നോ ബട്ടൺ എന്ന് ഞെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നോ ബട്ടൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കാൻ തുടങ്ങും. വെബ്സൈറ്റ് URL റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റേ വെബ്സൈറ്റിൻ്റെ URL ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു ബട്ടൺ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. യൂഷ്വലി നമ്മൾ ഇൻസ്റ്റഗ്രാം മെസ്സേജെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതി. അപ്പോൾ നമുക്ക് അവർ അയക്കേണ്ട മെസ്സേജസ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവരൊരു പെർട്ടിക്കുലർ ആഡ് എന്നാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മളുടെ മെസ്സേജാണ്, അതവിടെ നിൽക്കട്ടെ. മോർ അബൌട്ട് യുവർ ബിസിനസ് ഓൺ മെറ്റ AI എന്ന് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവർ നമ്മളെ മെറ്റ AIയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നും മെറ്റ AIയുടെ ആഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് വാട്സപ്പിൻ്റെ ആഡ്സിൻ്റെ സമയത്താണ്, കാരണം ഓരോന്നും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഫൈനലി പബ്ലിഷിംഗ് കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം പ്രോസസ്സിങ് ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് ആഡ്സ് സ്റ്റാർട്ട് ആവും. അതല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആഡ് റിജക്റ്റ് ആവും. അക്കൗണ്ട് എററിനോ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ പൈസയുടെ എററോ അങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങും. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ആദ്യത്തെ അവയർനെസ് ക്യാമ്പയിൻ്റെ കാര്യം. ബാക്കിയെല്ലാം മറ്റ് ക്യാമ്പയിൻസ് എല്ലാം സിമിലർ ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഈ ക്രിയേറ്റീവ് മോക്കപ്പിൻ്റെയും അഡ്വാൻറ്റേജ് പ്ലസിൻ്റെയും ആഡ്സ് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എങ്ങനെയാണ് ആഡ്സ് മാനേജർ യൂസ് ചെയ്യുന്നത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ആഡ്സ് മാനേജറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ സീരീസ് കാണാത്ത ആളുകളാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് SEO സീരീസ് കാണാവുന്നതാണ്. SEO ആൻഡ് കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 2024 മലയാളം ഫ്രീ ആയിട്ട് നമ്മൾ ഗ്രോഗ്രാഫ്സ് ഡിജിറ്റൽ സൊല്യൂഷൻസിൽ കൊടുക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.